തിപ്പലിയിൽ ഗ്രാഫ്റ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഗ്രാഫ്റ്റ് എടുക്കാം കുരുമുളക് എന്നുള്ളത്. സീക്രറ്റ്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിപ്പലിയിലെ കുരുമുളക്, അതായത് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ് കാണിക്കുന്നത്. തിപ്പലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചെളിയിലും മണ്ണിലൊക്കെ നിന്നാൽ ഇതാണ് തിപ്പലി. നമ്മളൊരു 2 മാസമായിട്ട് തണ്ടെടുത്ത് കൂടയ്ക്കകത്ത് വെച്ച് കിളിപ്പിച്ച് എടുത്ത് റെഡിയാക്കിയ സാധനമാണ്. നമുക്കിത് ഈ ഒരു മുട്ടുണ്ട്, ആ മുട്ട് വെച്ച് അങ്ങോട്ട് ഒടിച്ച് കളയണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറുന്നത്. ചെറിയ ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ റൗണ്ടിൽ വന്നിരിക്കുന്നത് കാണാം, കണ്ടില്ലേ? 2-3 മുട്ട് വെച്ച് നമ്മൾ ഒടിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു കുരുമുളക്, അതായത് ഈ കുമ്പിക്കൽ കുരുമുളകിൻ്റെയോ ഏതെങ്കിലും കുരുമുളകിൻ്റെ ഈ മണ്ണിലോട്ട് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന തണ്ടിൻ്റെ ഒരു ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ ഇലവയ്ക്ക് നിർത്തുക. ചെറുതായിട്ട് ഇലയെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തങ്ങ് നിർത്തുക. അതിനുശേഷം അതിൻ്റെ അറ്റം നല്ലപോലെ അങ്ങ് 2 സൈഡും പരന്ന് ഈ രീതിയിൽ അങ്ങ് ചെത്തിയെടുക്കുക. ഇതല്ലേ, നല്ല രീതിയിൽ അങ്ങ് ചെത്തിയെടുക്കുക. 2 വശവും പരപ്പ രീതിയിൽ. പിന്നെ അവിടെ കയ്യോ ഒന്നും തൊടാനായിട്ട് പാടില്ല. നല്ല ക്ലിയറായിട്ട് നല്ലൊരു പുതിയ ബ്ലേഡ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ബ്ലേഡ് വെച്ചേ ഇത് ചെയ്യാവുള്ളൂ. ഇങ്ങനെ മാത്രമേ നല്ല രീതിയിൽ നൈസായിട്ട് അരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ അത്യാവശ്യം ഇത് അത്യാവശ്യം കൂർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിപ്പലി എടുത്ത് അതിൻ്റെ മേൽഭാഗം നടുവിൽ ഒന്ന് കീറുക. ഈ ഒരു രീതിയിൽ ശരിക്കൊന്ന് താഴേക്ക് ഒന്ന് കീറി കൊടുക്കുക. നടുവേ അങ്ങോട്ട് കീറി കൊടുക്കുക. അതിന് ശേഷം നമ്മളെടുത്തത് തിപ്പലി, അതായത് അത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലിലൊന്ന് മുക്കിയതിന് ശേഷം നേരെ അങ്ങോട്ട് കയറ്റി വെക്കുക. ജെല്ല് പിടിക്കാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലിലൊന്ന് പേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻസ്ട്രക്ഷൻ ടേപ്പോ ബട്ടൺ ടേപ്പോ ഇങ്ങോട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. പിന്നെ ഇത് വെയിലോ മഴയൊന്നും കൊള്ളാത്തടത്ത്, അതായത് ഡയറക്റ്റ് വെയിലൊന്നും അടിക്കാതിരിക്കുകയും പിന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാതിരിക്കുകയും മഴയൊന്നും കൊള്ളാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിക്കും. അതായത് നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകൾ ഒരിക്കലും ചീഞ്ഞൊന്നും പോകാറില്ല. ഇന്ന് വെള്ളം കൂടിയാലും യാതൊരുവിധ വിഷയമില്ല. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നീർവാട്ടവും എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നമ്മൾ ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതിന് ഒരിക്കലും പറ്റത്തില്ല. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നല്ലപോലെ അങ്ങ് കിട്ടുക. അത്യാവശ്യം വെയിലൊന്നും ഡയറക്റ്റ് അടിക്കാത്തത് സൂക്ഷിച്ച് വെച്ചാൽ മതി. 45 ഡേയ്സിനുള്ളിൽ നമുക്കിത് ഇലയെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബട്ടൺ ടേപ്പ് അഴിച്ച് ദൂരെ കളയാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 25 ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത്. ഏകദേശം ടൈറ്റ് രീതിയിലേക്ക് നമ്മൾ ടൈറ്റായിട്ടൊന്ന് കെട്ടി റെഡിയാക്കിയിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ കുമ്പിക്കലിൻ്റെ ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുമ്പിക്കലിൻ്റെ തണ്ടുകളാണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് എല്ലാം പിടിപ്പിച്ചുകൊണ്ട് ഇതിൽ ഇരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നമ്മൾ അടുത്ത തണ്ടെടുത്തു. അത് ഇതേ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഒടിച്ചു മാറ്റുന്ന തണ്ടിൻ്റെ മുകളിൽ വെച്ച് ബാക്കി സെയിം രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം തണ്ടെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കയറ്റുക. ഏകദേശം ഇതൊക്കെ ഉള്ളൂ. അത്യാവശ്യം ഇലയുടെ ആ ഭാഗമൊക്കെ കണ്ടില്ല, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. അത് ഫുള്ളായിട്ട് കളയരുത്, കുറച്ച് ഭാഗം മാത്രം കളയുക. പിന്നെ അത്യാവശ്യം രാവിലെ വൈകിട്ടൊക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിന് വേണ്ടി. കാരണം ഇത് ഈ വെള്ളം നല്ലപോലെ കിട്ടിയെങ്കിൽ മാത്രമേ തിപ്പലി വളരുകയുള്ളൂ. വെള്ളം ഏറ്റവും കൂടിപ്പോയാലും കൂടിപ്പോയാലും കുഴപ്പമില്ല. ഒരിക്കലും വെള്ളം ഇല്ലാതിരിക്കാൻ തിപ്പലിക്ക് പറ്റരുത്. കാരണം ഇത് ചെളിക്കകത്ത് വളരുന്നതാണ് തിപ്പലി. ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന്